എടി മമ്മിയേ, ഒന്ന് വേഗം ആവട്ടെ. വരുന്നു മോളെ. ഡാഡി എത്തരാ മോളെ. ആ വരണം വരണം. എന്തോ സലീം വന്നിരിക്കുന്നു. ആ സിമന്റ് പെർമിറ്റിന്റെ കോപ്പിയാ, നാളെ കളക്ടർ കൊടുക്കണ്ടേ? അയ്യോ എനിക്കൊന്നും വേണ്ട. ഈ ചായ എങ്കിലും കുടിക്കൂ. ജമീലയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ? ഇപ്പൊ ഒന്നും. ജമീലയ്ക്ക് എന്ത് പറ്റി? രവീട്ടിന് അറിഞ്ഞില്ലേ? ഇല്ല. സലീം ബാപ്പിയാകാൻ പോകുന്നു. അത് ശരി. അപ്പൊ സംഗതി കയറി കൊളുത്തിയല്ലേ? എന്നെന്ത് പറയുന്നു? അയ്യോ ഇയാൾക്കൊന്നും അറിയില്ല. കുട്ടി കുട്ടിയല്ലേ? ചെലവ് വേണം കേട്ടോ. ഓക്കെ. ആരും അറിയാതെ സംഗതി ഒപ്പിച്ചിട്ട്. ചേട്ടാ, കൊറേ ദിവസമായി വീട്ടിൽ പോയിട്ട്. ഞായറാഴ്ച ഒന്ന് പോകാമെന്ന് കരുതിയിരിക്കുക. 2 ദിവസം ഹോളിഡേ അല്ലേ? ഡാഡി, ഞായറാഴ്ച എന്റെ സ്കൂളിലെ ആനിവേഴ്സറിക്കൊന്നും പോകണ്ട മോളെ, നമുക്ക് മമ്മിയുടെ വീട്ടിൽ പോവാം. വേണ്ട വേണ്ട, എനിക്ക് ആനിവേഴ്സറിക്ക് പോണം. മമ്മി ഒന്നില്ലെങ്കിലും വേണ്ട, ഡാഡി വന്നാ മതി. നിഷയുടെ ഡാൻസ് ഉണ്ട്. മോളുടെ സ്കൂളിലെ ആനിവേഴ്സറിക്ക് ഡാഡി വന്നല്ലേ, പിന്നെ ആരുടെ ആനിവേഴ്സറിക്കാ ഡാഡി പോകുന്നത്? നീ പോളി അവിടെ നിന്ന്. അവളുടെ ഒരു വീട്. നല്ല ഡാഡി. ഓ, ഒരു ഡാഡിയും മോളും 2 പ്രാവശ്യമായി വീട്ടിൽ പോക്ക് മാറ്റി വെക്കുന്നു. ഓ, നിന്റെ വീട്ടിലേക്ക് അങ്ങ് പോയാലും മതി. ഇങ്ങനെ ബോറടിക്കുന്ന ഒരു പട്ടിക്കാട്. എന്നാ ഡാഡിയും മോളും കൂടെ ആനിവേഴ്സറിക്ക് പോയിക്കോ, ഞാൻ വീട്ടിൽ പോവാ. മമ്മി വെക്കോ, ഞങ്ങളില്ല അല്ലേ ഡാഡി? പിന്നല്ലാതെ. ഇവൾക്ക് ആനിവേഴ്സറി പറ്റി വല്ല വിവരം ഉണ്ടോ മോളെ? ഇവള് പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ഇവള് വെറും വ്യാജ ഡോക്ടറാ. ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ തന്റെ വലിയ കമ്പമായിരുന്നല്ലോ.